ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഇങ്ങനത്തെ 2 സെന്റൻസ് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള 2 സെന്റൻസ് പറയാണ്ട് എനിക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനും പറ്റത്തില്ല. എന്തിനാണ് ഇത് പറയുന്നത് എനിക്കറിയത്തില്ല. എനിവേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ ഒരു വൻ ട്രാഫിക് പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഏകദേശം 10 മിനിറ്റായി ഞാനിങ്ങനെ ഒരു ട്രാഫിക് പെട്ട് ഇവിടെ കിടക്കുന്നു. ഇങ്ങനെയുള്ള വൻ ട്രാഫിക്കുകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്നേ പിന്നെ അങ്ങനെ ഉണ്ടാവാറില്ല. കാരണം ഇവിടെ എല്ലാം പെട്ടെന്ന് ട്രാഫിക് മൂവ് ചെയ്യും. ഇന്നിപ്പം ഞാൻ ട്രാഫിക് പെട്ട് കിടക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ടുഡേ ഐ എം ലിറ്റിൽ ലേറ്റ്. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് സാധാരണ ഇറങ്ങുന്ന സമയത്തെക്കാളും കുറച്ച് ലേറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമയം ട്രാഫിക് കൂടുതലുള്ള സമയമാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് ട്രാഫിക് കൂടുതലുള്ള സമയമാണെന്ന് തോന്നുന്നു. എനിവേ, അതൊക്കെയാണ് എൻ്റെ വിശേഷം. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ മാറുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ യെസ്, ട്രാഫിക് ഈസ് മൂവിങ് ആൻഡ് ഐ ആം ഗോയിങ്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് വിശേഷം? അപ്പോൾ കുറേ നാൾ കൂടി ഞാനൊരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് മടിയായിരുന്നു. പണ്ടൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു, ഓരോ വീഡിയോ കഴിയുമ്പോൾ അടുത്ത വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയോ എവിടെയോ അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് പക്ഷേ എനിക്കൊരു ചെറിയൊരു ഒരു ആഗ്രഹം, ഒരു വ്ളോഗ് എടുത്താലോ എന്ന്. ദാറ്റ്സ് ഹൗ വി ആർ സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ. ലെറ്റ് us start an evening vlog here. So welcome back to my YouTube channel. ട്രാഫിക്കും ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീടിനകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നല്ല ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ മീൻ വറുക്കാനായിട്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് മീനെടുത്ത് പുറത്ത് വെച്ചായിരുന്നു. ഇനി അത് പോയിട്ട് വറുത്തുണ്ടാക്കാനുള്ള ക്ഷമയും ഒന്നും എനിക്കില്ല. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. എന്തായാലും മരുന്ന് കഴിക്കണം, കാപ്പി കുടിക്കണം. സോ ലെറ്റ് us go inside house. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കലാപരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ കാറിൻ്റെ കീ വരും. ഓക്കെ, അപ്പോൾ വീട്ടിനകത്ത് പോവാം. കുച്ചു മ്യൂസിക് ക്ലാസ് ഉണ്ട് കേട്ടോ. കുച്ചു എന്താ കഴിക്കുന്ന? ബേഗൽ. അതെ, ഇന്നലെ ഞങ്ങൾ ബേഗൽ. 30 seconds ആകുമ്പോൾ ഓഫ് ചെയ്താൽ മതി. എന്തിനാ? ഇവിടെ കുറച്ചു നേരം ഒരു മേളമായിരുന്നു. ഞങ്ങള് ക്യാരറ്റ് മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ മീൻ വറുക്കാനായിട്ട് അരപ്പ് ഇറക്കി വെച്ചു. അങ്ങനെ 2 കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല. ഇപ്പം തന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. കുച്ചുവിനൊരു പള്ളിയിലെ മ്യൂസിക്കൽ കൊയറിൽ കുച്ചുവിനെ ഞാൻ ചേർത്തു. അപ്പോൾ ഇന്ന് തൊട്ടാണ് അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പം ഞങ്ങൾ കുച്ചുവിനെ കൊണ്ട് പള്ളിയിൽ പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ പോയി കുച്ചുവിനെ വിളിക്കട്ടെ. കൊച്ചിന് മൈക്രോഫോണിന്റെ ഫ്രണ്ടിൽ കൂടെ നിർത്തിയിട്ടുണ്ട്. കുച്ചിൻ്റെ ഫസ്റ്റ് മ്യൂസിക്കൽ കൊയറിൻ്റെ ചർച്ച് കൊയറിൻ്റെ ഫസ്റ്റ് ചർച്ച് കൊയറിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞു. ആദ്യത്തെ പ്രാക്ടീസ് ആയതുകൊണ്ട് ഞാനും എൻ്റെ കൂടെ ഇരുന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൈക്ക് കിട്ടിയപ്പോഴത്തേക്കും കൊച്ചിൻ്റെ ലെവല് മാറി. എനിക്കും കൊച്ചിലെ ഇങ്ങനെ മൈക്കിലിങ്ങനെ പാട്ടൊക്കെ പാടുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. കൊച്ചിനൊക്കെ എന്തൊരു ഭാഗ്യമാണ് ഇത്ര ചെറുപ്പത്തിലെ മൈക്ക് കിട്ടി പാട്ടൊക്കെ. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? അപ്പോൾ ഈ സൗണ്ട്സ് ആയിരുന്നു. അത് ഭയങ്കര പാട്ടായിരുന്നല്ലോ കൊച്ചു. ഹൗ വാസ് ഇറ്റ്? അപ്പൊ പുറത്ത് നിൽപ്പുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? പറ. ഡു യു ലൈക്ക് ഇറ്റ്? ഗിഫ്റ്റ് കാണിക്കാം. അവരെ എവിടെ നിന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അല്ലേ? പ്രൈസ് ഒക്കെ കിട്ടി. മഴ ഇപ്പൊ പുറത്തിറങ്ങാൻ മഴയില്ല. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. ഭയങ്കര മഴ തകർത്ത് മഴ പെയ്തോണ്ടിരിക്കുവാണ്. കൊച്ചു കാണിച്ചെന്റെ ലൈറ്റ് കാണിച്ചു. അവരൊരു
ഓക്കെ അപ്പ വന്ന് ബാ പോയി കാറ് കയറ് 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 കയറ്. അപ്പം ഞങ്ങൾ അവിടുന്ന് പള്ളിയിൽ നേരെ YMCA വന്നു. YMCA പള്ളിയുടെ തൊട്ടപ്പുറത്താണ് കേട്ടോ, ഒരു 1 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അപ്പം ഇനി കുറച്ച് എക്സസൈസ് പരിപാടികളായി കളയാം. ദിസ് ഈസ് മൈ ഹാപ്പി പ്ലേസ് നൗ. ഇവിടെ വന്ന് ജിമ്മിൽ കുറച്ച് കലാപരിപാടികളല്ലോ, കസർത്ത് കഴിയുമ്പോഴത്തേനും ഐ ഫീൽ ഹാപ്പി. പിന്നെ പള്ളിയിൽ പോവും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ 2 ഹാപ്പി സ്പോട്ട്സ്, ഹാപ്പി പ്ലേസസ്. അപ്പം ഞങ്ങൾ പുറത്തപ്പടി മഴയായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോയിൽ ഒരു 100 തവണ അപ്പം എന്ന് പറയും. ആയിരമോ ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് നല്ല രസമുണ്ട്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പം എൻ്റെ മെയിൻ സ്ട്രഗിള് ലൈറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം കാറ് പാർക്ക് ചെയ്യാൻ പോയി. ആ സിസ്റ്റേഴ്സ് വേണം അത് തുറക്കണമെങ്കിൽ. കുച്ചു മൈക്കിൽ പാട്ട് പാടിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് കൊച്ചിൽ എന്താ ആഗ്രഹമായിരുന്നോ ഇങ്ങനെ മൈക്കിൽ പാട്ട് പാടാനായിട്ട്? നടന്നില്ല. നിനക്കെങ്കിലും നടക്കട്ടെ. ചുമ്മാ മൈക്കൊക്കെ ചുമ്മാ അങ്ങ് കൊടുത്തേക്കുക. കൊച്ചു മൈക്കിന്റെ ഫ്രണ്ടിൽ പോയത് ഭയങ്കര ഒച്ച. യു സിംഗിങ് സോ ലൗഡ്. അപ്പം ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് ഒരു 500 കാലറീസ് ബേൺ ചെയ്യാന്നുള്ളതാണ്. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ടാർഗറ്റ് വെക്കും എത്ര കാലറി ബേൺ ചെയ്യണമെന്ന്. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട്. അപ്പം ബൈ. ഞാൻ ഹെഡ്സെറ്റൊക്കെ എടുത്ത് വെച്ചു. ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ നമുക്ക് ബോറടിക്കത്തില്ല. സോ സീ യു ആഫ്റ്റർ മൈ വർക്കൗട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. 500 കാലറി ബേൺ ചെയ്യാനാണ് ഞാൻ വിചാരിച്ചെങ്കിലും വീട്ടിൽ മീൻ വറക്കാനായിട്ട് വെച്ചിരിക്കുന്ന മീൻ ഓർമ്മ വന്നപ്പോഴത്തേനും ഞാൻ ഓർത്തൊരു 600 കാലറി ബേൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 ഫിഷ് ഫ്രൈ വയ്ക്കാം, 2-3 ഫിഷ് ഫ്രൈ വയ്ക്കാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ കുറേ നമ്മളിങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്ത് കുറച്ചൊന്ന് ഫിറ്റായി കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം നമുക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഫീൽ വരും. അപ്പം എന്തായാലും എനിക്ക് 2-3 മീൻ വറുത്ത് എനിക്ക് കഴിക്കണം. സോ ഐ ബേൺ സം എക്സ്ട്രാ കാലറീസ്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. വ്ളോഗിങ് ഇവിടെ നിർത്തുവാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിലൊട്ട് ചാർജില്ല. ഇറ്റ്സ് ഓൺലി 3% ചാർജേ ഉള്ളൂ. അപ്പം ഞാൻ ഈ വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് ഫിഷ് ഫ്രൈ വറക്കുന്നതൊക്കെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. ബട്ട് ലൈക്ക് ഒട്ട് ചാർജില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഇനി ഇപ്പം ഫോൺ ചാർജ് ചെയ്തൊക്കെ വരുമ്പോഴത്തേനും കുറേ സമയം പോകും. അപ്പോൾ ശരി, ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എപ്പോഴാണ് ഇനി വരുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. എപ്പോഴെങ്കിലും വരുമ്പോൾ അപ്പോൾ കാണാം. ബൈ. ടേക്ക് കെയർ.